ഗായ്സ്, നമ്മുടെ ബൺദോശ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ബൺദോശ. ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്താ അമ്മ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? ബൺ ദോശ. അപ്പൊ അതിനുള്ള സാധനം ഇത് ഒരു ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂൺ ഉലുവയുണ്ട്. പച്ചരി 8 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഓക്കെ, 8 മണിക്കൂർ കുതിർത്ത് വെച്ച ഉലുവയും പച്ചരി അല്ലേ? ഓക്കെ, ഒരു ടീസ്പൂൺ ഉലുവയും 2 കപ്പ് പച്ചരിയാണ് നമ്മളിത്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരച്ചെടുക്കാൻ പോവാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഒരു 1/2 കപ്പ് വെള്ളവും കൂട്ടി നമ്മളിത് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അരച്ച് കഴിഞ്ഞിട്ടുണ്ട്, കാണിച്ചു തരാം. പേസ്റ്റ് രൂപത്തിൽ ആക്കി എടുക്കണം അല്ലേ? ഓക്കെ, ഇത് ഇങ്ങനെ ആക്കി എടുക്കണം. ഒന്ന് കൈ കൊണ്ടൊന്ന് കാണിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അതിൻ്റെ ടെക്സ്ചർ. ഓക്കെ, കണ്ടോ, പൊടിയൊന്നും പാടില്ല കേട്ടോ. നമ്മളിത് നമ്മുടെ മാവ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു സാധനം കൂടി അരച്ചെടുക്കാനുണ്ട്. എന്താ അമ്മ അത്? പിന്നെ 1 കപ്പ് നാളികേരം ചെറിയത്. ഓക്കെ, പിന്നെ കുറച്ചകലം ഈസ്റ്റും ഉണ്ട് അല്ലേ? അപ്പം 1 കപ്പ്, 1/2 കപ്പാ? ഒരു കപ്പ് തേങ്ങ ചിരകിയതും 1 കപ്പ് ചോറും പിന്നെ കുറച്ച് ഈസ്റ്റും 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഓക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പോൾ അതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, നമ്മുടെ രണ്ടാമത്തെ സെക്ഷനും അരച്ചിട്ടുണ്ട്. തേങ്ങയും ചോറും ഈസ്റ്റും കൂടി ഇട്ട് അരച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇനി നമ്മളിത് ഇതിലേക്ക് ആഡ് ചെയ്യും അല്ലേ? ഓക്കെ, ഇത് കുറച്ച് കട്ടി കൂടുതലാണ് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ, ഓക്കെ, ഇത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ നമ്മൾ കടുകിടണേ. ഓക്കെ, എണ്ണ നമ്മുടെ ചൂടായിട്ടുണ്ട്. കടുക് ആഡ് ചെയ്യുന്നുണ്ട്. കടുക് ആഡ് ചെയ്യാൻ കടുകിട്ടു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കടുക് പൊട്ടി കഴിഞ്ഞേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, ഉഴുന്ന് പരിപ്പാണ് ആഡ് ചെയ്യുന്നത്. എന്താ ഒന്ന് ബ്രൗൺ ആയി വരണം. ഓക്കെ, ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് വരണം. ബാക്കി സാധനങ്ങൾ നമ്മൾ പയ്യെ ആഡ് ചെയ്യും. ഇഞ്ചി ഇടുന്നുണ്ട്. ഓക്കെ, ഇഞ്ചിയാണ് അടുത്തത്. ഇഞ്ചി പോകുന്നു. ഇഞ്ചി ഇട്ടേ. ഇഞ്ചി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്. ഓക്കെ, പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് പച്ചമുളകാണ്. പച്ചമുളക് ഇട്ടു കേട്ടോ. അടുത്തത് ഉള്ളിയാണ്. ഉള്ളി ഇടുന്നു. ബ്രൗൺ ആവണമെന്നില്ല കേട്ടോ ഉള്ളി. ഓക്കെ, അടുത്തത് നമ്മൾ ഈ എന്താ പറയുക, കറിവേപ്പില അരിഞ്ഞു വെച്ചത്. എല്ലാ സാധനങ്ങളും നമ്മൾ ഇപ്പം മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കറിവേപ്പില ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് കുട്ടപ്പനായി വരണം. ഏത് ലെവലിൽ ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ മാവിലേക്ക് ഒഴിക്കാവൂ കേട്ടോ. ഗായ്സ്, അപ്പം നമ്മുടെ ബാറ്റർ നമ്മൾ തുറന്ന് കാണിക്കാൻ പോവാണ്. കണ്ടോ, മേലെ ഇതൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ബൺ ദോശയുടെ ബാറ്റർ. അപ്പോൾ ഇത് നമ്മൾ 6 to 8 hours വെച്ചതാണ്. ഓക്കെ, 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നിങ്ങളിത് ഫെർമെൻറ്റേഷന് വെക്കണം കേട്ടോ. എന്നതിന് ശേഷം പിന്നെയാണ് നമ്മുടെ ഇപ്പം ഉണ്ടാക്കിയ കൺസിസ്റ്റൻസി വേണമെങ്കിൽ നമ്മൾ 6 to 8 മണിക്കൂർ വെക്കണം. ഓക്കെ, ഇപ്പം എന്താ ആഡ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഉപ്പ് ആഡ് ചെയ്യണേ. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതൊന്ന് ഈ ഒരു തടുക്ക ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യും. കണ്ടോ,
ഞങ്ങൾ ആരും വെയിറ്റ് ചെയ്യുന്ന പരിപാടി ഞങ്ങൾ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ചേട്ടൻ ഞങ്ങൾക്ക് വിശക്കുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ സാധനം ആഡ് ചെയ്യാണ്. ഞാൻ ഈ എന്താ പറയാ നമ്മുടെ ഈ വറവുണ്ടല്ലോ ഇങ്ങോട്ട് ആഡ് ചെയ്യാനേ. ഓക്കെ, ഇതാ തണുത്തിട്ടുണ്ട്. ഈ വറവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കുട്ടപ്പൻ നമുക്ക് ബൺദോശ റെഡി ആട്ടോ. ഓക്കെ, ഇനി അത് മിക്സ് ചെയ്തോളൂ നന്നായിട്ട്. മുപ്പിട്ടു. അവിടെ നമ്മുടെ ദോശയ്ക്ക് ബൺദോശയ്ക്കുള്ള ചട്ടിയൊക്കെ ചൂടാക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിലിനി വെളിച്ചെണ്ണ ഒഴിക്കണോ? വെളിച്ചെണ്ണ ഒഴിക്കണ്ടല്ലോ. നേരെ മറിച്ചിടുന്ന സമയത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ചു വെക്കണമല്ലോ മാവ് ഒഴിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ കറക്റ്റ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ആയിട്ടൊന്ന് നെയ്യ് അപ്ലൈ ചെയ്യാം അല്ലേ? ഓ, നമ്മുടെ ഫസ്റ്റത്തെ അപ്പം നമ്മൾ ഒഴിക്കാൻ പോവാണ്. ഇതാ ഇത് അടച്ചു വെക്കണോ? ഓക്കെ, അടച്ചു വെക്കുന്നുണ്ടേ. ഓക്കെ, ഇത് മറിച്ചിടുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ തുറക്കുകയാണ്. ഇതാ കണ്ടോ ഗൈസ്, നമ്മുടെ ബൺദോശ ചെറുതായിട്ട് നെയ്യ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഉരുണ്ട് വന്ന് കണ്ടോ? സൈഡിൽ നിന്ന് കാണിക്കാമല്ലോ. ഓക്കെ, ഇതിനി മറിച്ചിടൂലേ? മറിച്ചിടുമ്പോഴാണ് അതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അല്ലേ? കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ബൺദോശ കണ്ടാവും. ബൺദോശ ഇഡ്ഡലിക്ക് ദോശയിലുണ്ടായ പോലെ. അതുപോലില്ലേ? കൊള്ളാം. അപ്പൊ അടുത്തത് ഒഴിക്കാൻ പോവാ അല്ലേ? ഓക്കെ, നടക്കട്ടെ, ഒഴിച്ചോളൂ. ഒരു കയ്യിൽ മുഴുവൻ ഒഴിക്കണേ, ഒരു വലിയ കയ്യിൽ. പിന്നെ ലോ ഫ്ലെയിം ആയിരിക്കണം ത്രൂ ഔട്ട്, സ്റ്റാർട്ടിങ് ടു ഫിനിഷിങ്. ഓക്കെ, ഗൈസ്, നമ്മുടെ ബൺദോശ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇതാണ് നമ്മുടെ ബൺദോശ. കണ്ടോ? കടുക്, ഉള്ളിയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവനൊരു ചന്തനിൽ പോയൊരു പോലത്തെ ഒരു ഓട്ട വന്നിട്ടുണ്ട്. പക്ഷെ കാണാനൊക്കെ അല്ല, അതൊരു സിനിമയിലെ ഡയലോഗ്. ദൊഡ്ഡലി, ഞങ്ങൾ സന്തുഷ്ടരാണ്. ഓക്കെ, എന്നാ ടേസ്റ്റിംഗ് തുടങ്ങാം. ഓക്കെ, അതാ നമ്മുടെ വെയിറ്റില്ല അല്ലേ? നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്തു. ശരി കേട്ടോ. അത് ഈസ്റ്റൊക്കെ ഇഷ്ടത്തോണ്ടേ ഉരുണ്ടിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അമ്മ മുറിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ബൺദോശയുടെ ഉൾഭാഗം. കഴിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ട് ഗൈസ്? വാ, കൊള്ളാം. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ദ ബെസ്റ്റ്. അതെ, വടയല്ല, ദോശയല്ല, ഇഡ്ഡലിയല്ല, ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് അല്ലേ? കൊള്ളാം. പക്ഷെ നമുക്ക് കുറച്ച് അടുത്ത വട്ടം കുറച്ച് വെളുത്തുള്ളി ഇട്ടാലോ? ഇത് കൊള്ളാം കേട്ടോ. എല്ലാരും ചെയ്തു നോക്കണേ. അടിപൊളി സാധനം. കുറച്ച് ടൈം ഇത് എടുക്കും, കാരണം ഇത് 24 hours സോക്ക് ചെയ്യണം.
നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊരു 8 to 16 മണിക്കൂർ എക്സ്ട്രാ നമ്മൾ കാണണം. ഓക്കെ. 8 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടും 8 മണിക്കൂർ അത് കഴിഞ്ഞ ശേഷം മിക്സ് ചെയ്തിട്ട് അടുത്ത് വയ്ക്കാനും സമയം എടുക്കും കേട്ടോ. 8 to 16 മണിക്കൂർ. കണ്ടോ ഗൈസ്, നമ്മുടെ ബൺദോശ. ഏതൊരു അച്ഛൻ പാചകക്കാരനാണ്. അതെ അതെ. ഓക്കെ, കഴിച്ചോളൂ. ഓക്കെ, രണ്ടാളും ബൈ ബൈ പറഞ്ഞോളൂ. ഞങ്ങൾ തീർക്കട്ടെ. ബൈ ബൈ. ബൈ ബൈ.